സ്വന്തം വീട്ടിൽ നിന്ന് കോടികൾ കവരാൻ പദ്ധതി ആസൂത്രണം ചെയ്ത പെൺകുട്ടി നടപ്പിലാക്കിയത് അവളുടെ കാമുകനും. ബിസിനസ്സുകാരന്റെ മകളും അവളുടെ കാമുകനും ചേർന്ന് കവർന്നത് 1.25 കോടിയോളം രൂപ. ഉത്തർപ്രദേശിലെ മൊറാദാബാദിലാണ് സിനിമ സ്റ്റൈലിലുള്ള ഈ കവർച്ച. മെയ് 12-ാം തീയതി പുലർച്ചെ 3:40 ഒരു സംഘം കള്ളന്മാർ ആ വീട്ടിലേക്ക് അതിക്രമിച്ചു കയറിയ ശേഷം ആ വീട്ടിലുള്ളവരെ തോക്കിന്റെ മുന്നിൽ നിർത്തിയ ശേഷം പണവും ആ വീട്ടിലുണ്ടായിരുന്ന മുഴുവൻ ആഭരണങ്ങളും അവർ കവർന്നു. ഈ ചെമ്പിന്റെ വ്യവസായം നടത്തുന്ന ആളാണ് ആ വീട്ടിലെ ഗൃഹനാഥനായിട്ടുള്ള മുഹമ്മദ് ഇമ്രാൻ. ആ വ്യവസായിയുടെ വീട്ടിലാണ് കവർച്ച നടക്കുന്നത്. ഇളയ മകളുടെ ജന്മദിന ആഘോഷമായിരുന്നു അന്ന്. ആ ജന്മദിനത്തിന്റെ ആഘോഷമൊക്കെ കഴിഞ്ഞ് രാത്രി വൈകിയാണ് ഇമ്രാനും മക്കളും ഉൾപ്പെടെ തിരികെ വീട്ടിലേക്ക് എത്തുന്നത്. അവരെത്തി ഏറെ വൈകാതെ തന്നെ ഈ കവർച്ച സംഘവും വീട്ടിലേക്ക് ഇരച്ചു കയറി. മുഖം മറച്ച് കയ്യിൽ ആയുധങ്ങളുമായിട്ടാണ് അക്രമികൾ എത്തിയത്. ഈ കവർച്ചയുടെ വിവരം അറിഞ്ഞ പോലീസ് എത്തി. ആദ്യം തന്നെ വീട്ടിനുള്ളിൽ നിന്ന് തന്നെ ആരോ ഈ കവർച്ച സംഘത്തെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. കാരണം ഡിജിറ്റൽ പൂട്ടുള്ള ഗേറ്റാണ്. അത് മറികടന്ന് ആ 2 നില വീട്ടിലേക്ക് കയറണമെങ്കിൽ ഉള്ളിൽ നിന്നൊരാളുടെ സഹായം അത്യാവശ്യമായിരുന്നു. മാത്രമല്ല ഈ വീട്ടിലെ CCTV ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന ക്യാമറ അതിലെ ദൃശ്യങ്ങളെല്ലാം മായ്ച്ചു കളഞ്ഞ അവസ്ഥയിലായിരുന്നു. വീട്ടിലുള്ള ഓരോരുത്തരുടെയും കോൾ ലിസ്റ്റുകൾ പോലീസ് പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് സംഭവത്തിലേക്ക് വഴിതെളിഞ്ഞത്. അരീബ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്, ആ വീട്ടിലെ മൂത്ത മകൾ. അവൾ ഒരു നമ്പറിലേക്ക് മാത്രം തുടർച്ചയായി ഫോൺ വിളിച്ചിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തി. അർഷാദ് എന്ന അവളുടെ ആൺ സുഹൃത്തിന്റെ നമ്പറാണ് അത്. അരീബയ്ക്കും അർഷാദിനും വിവാഹം കഴിക്കാൻ നേരത്തെ മുതൽ ആഗ്രഹമാണ്. പക്ഷേ വീട്ടിൽ അവതരിപ്പിച്ചപ്പോഴൊക്കെ വീട്ടുകാർ എതിർത്തു. വീട്ടുകാർക്ക് സമ്മതമല്ല ബന്ധത്തിൽ. കാരണം അർഷാദിന്റെ സാമ്പത്തിക നില അത് മോശമായതാണ് ഈ വിവാഹത്തെ എതിർക്കാൻ കാരണമെന്ന് അരീബ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. ബിസിനസ്സുകാരനാണ് പിതാവ്. അപ്പോൾ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന സമയത്തെല്ലാം ഈ അരീബ കാമുകനായിട്ടുള്ള അർഷാദിനെ വിളിച്ച് നമുക്ക് ഈ പണം കവരണം എന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള ആസൂത്രണം ചെയ്യാൻ നിർബന്ധിക്കുകയൊക്കെ ചെയ്തിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. जो वादी है उसी की पुत्री के द्वारा अपने एक साथी युवक जिसके साथ वो 2018-19 से संपर्क में थी और उसके साथ में ये दोनों शादी करना चाहते थे और के द्वारा ही अपने कुछ दोस्तों को बुलाकर घटना को अंजाम दिया था, जिसमें इनके द्वारा धनराशि और दूसरी चीजें वहां से लूटी गई और इनके द्वारा अलग अलग तरीके से इस चीज को डिस्ट्रीब्यूट किया गया. ഒരു വസ്തു ഇടപാടിനായി അവളുടെ പിതാവ് കുറച്ചധികം പണം വീട്ടിൽ അന്ന് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിരുന്നു അരീബയ്ക്ക്. അങ്ങനെ അർഷാദിനെ വിവരം അറിയിച്ചു. വീടിന്റെ ഗേറ്റിന്റെ താക്കോൽ ഡിജിറ്റൽ പൂട്ട് അവൾ കൈമാറി. ഒപ്പം വീടിനുള്ളിലെ മുറികളുടെ പ്ലാനും അതിന്റെ ഡിസൈനും ഒക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ അരീബയ്ക്കൊപ്പം ജീവിക്കാൻ വേണ്ടി കവർച്ച നടത്താൻ ഏറ്റവും ഒടുവിൽ അർഷാദും തയ്യാറാവുകയാണ്. അങ്ങനെയാണ് തന്റെ കൂട്ടാളികളെ കൂട്ടി അവർക്കും വലിയൊരു തുക വാഗ്ദാനം ചെയ്ത് അർഷാദ് ഈ കവർച്ച നടത്തിയത്, അതിനുള്ള പദ്ധതി ഇട്ടത്. 2 കാറുകളിലായിട്ടാണ് ഈ സംഘം കവർച്ചയ്ക്കായി വീട്ടിലേക്ക് എത്തുന്നത്. സംശയം തോന്നാതിരിക്കാൻ കുറച്ച് ദൂരത്ത് കാർ നിർത്തിയ ശേഷം വീടിനുള്ളിലേക്ക് കടന്നു. അരീബയും 2 ഇളയ സഹോദരന്മാരും അവളുടെ സഹോദരിയും ഒപ്പം മാതാപിതാക്കളും ആ വീട്ടിൽ ഉണ്ടായിരുന്നപ്പോൾ തന്നെയാണ് കവർച്ച. എന്താണെങ്കിലും ആകെ പെട്ടിരിക്കുകയാണ് അരീബയുടെ വീട്ടുകാർ. എല്ലാം മകൾ ആസൂത്രണം ചെയ്തതാണ് എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അവർക്ക്. ആൺ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഒരുപക്ഷെ അവൾ കുറ്റം മുഴുവൻ ഏറ്റെടുക്കുന്നതാകാം എന്നാണ് അമ്മ പറയുന്ന ന്യായീകരണം. മാത്രമല്ല ആ രാത്രിയിൽ അവൾ മുഴുവൻ സമയം തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നുവെന്നും ആ അമ്മ പറയുന്നു. പക്ഷേ തെളിവുകൾ അരീബയ്ക്കെതിരാണ്. അർഷാദിനൊപ്പം രവികുമാർ, കുൽദീപ്, നിക്കി എന്നിവരാണ് കൂട്ടാളികളായി ഉണ്ടായിരുന്നത്. കേസിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന്റെ നിഗമനം. ഇവരിൽ നിന്നും 40 ലക്ഷം രൂപയാണ് തിരികെ കണ്ടെത്താൻ കഴിഞ്ഞത്. ഒപ്പം അനധികൃതമായിട്ടുള്ള തോക്കുകളും കവർച്ചയ്ക്കെത്തിയ 2 കാറും പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്.
നമ്മുടെ പിഞ്ചോമനകൾ കുഞ്ഞു കുട്ടികൾ പഠിക്കുന്ന കിൻഡർ ഗാർട്ടൻ സ്കൂൾ, ആ കിൻഡർ ഗാർട്ടൻ സ്കൂളിന്റെ ചേർന്ന് ആ കോമ്പൗണ്ടിൽ തന്നെ ഒരു മുറി, അവിടെ നടന്നിരുന്നത് ലൈംഗിക വൃത്തിയാണ്. അവരെ ആ സെക്സ് റാക്കറ്റിനെ ഇല്ലാതാക്കി പോലീസ്. ആ വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.